ഹായ് ഹലോ വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഇക്കണോമിക്സിൻ്റെ പുതിയൊരു ലൈവ് സെഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ് മൊഡ്യൂളായിരുന്നു. അതിൽ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ് മെയിനായിട്ട് വരുന്ന മെർക്കാന്റിലിസം തുടങ്ങി HO തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്ന തിയറീസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൽ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മൊഡ്യൂളിൽ എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പം എൻഡോജനസ് ഗ്രോത്ത് തിയറീസിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഓരോ മോഡൽ, AK മോഡൽ, റോമോ മോഡൽ പോലെയുള്ള ഓരോ ഇൻഡിവിജ്വൽ മോഡൽസും നമ്മൾ വരുന്ന ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമുക്ക് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സോ എന്താണ് എൻഡോജനസ് ഗ്രോത്ത് തിയറി, എന്തിനാണ് അത് ഡെവലപ്പ് ചെയ്ത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്, ന്യൂ ക്ലാസിക്കൽ മോഡൽസുമായിട്ട് എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത്, ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റലിനും ടെക്നോളജിക്കും എന്ത് റോളാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറി കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളതും നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ക്ലാസിക്കൽ തിയറിയിൽ നിന്ന് തുടങ്ങാം അല്ലേ. ന്യൂ ക്ലാസിക്കൽ തിയറി എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് എൻഡോജനസ് ഗ്രോത്ത് തിയറിയിൽ വന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി, അതായത് സോളോ തിയറി വരെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഗ്രോത്ത് വരുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് വരുന്നത് എന്തിലൂടെയാണ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ, ലേബറിലും അതുപോലെ എക്സോജനസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്താണ്, ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉള്ള ഒരു കാര്യമല്ല, അത് എന്താണ് ഔട്ട്സൈഡ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്തിനെ കൊണ്ടുവരുന്നത്, ഒരു ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ന്യൂ ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ അസംഷൻസ് എന്ന് പറയുമ്പോൾ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ, അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് കൺവേർജൻസ്, ഈ 3 കാര്യങ്ങളും അവർ അസ്യൂം ചെയ്തിരുന്നു. ഓക്കെ, ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ എൻഡോജനസ് ഗ്രോത്ത് തിയറി വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായിരുന്നു ഇവർ പറഞ്ഞ കൺവേർജൻസ് എന്ന് പറയുന്നത്, ന്യൂ ക്ലാസിക്കൽ അല്ലെങ്കിൽ സോളോ പറഞ്ഞിട്ടുള്ള കൺവേർജൻസ് എന്ന് പറയുന്നത്, 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ പുവർ ആയിട്ടും റിച്ച് ആയിട്ടുമുള്ള രാജ്യങ്ങൾ നമ്മുടെ ഈ ഒരു ലോകത്ത് പല തരത്തിലുണ്ട് അല്ലേ, പല ലെവലിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ പുവർ കൺട്രീസിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, സോളോ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, റിച്ച് കൺട്രീസിനേക്കാളും ഗ്രോത്ത് റേറ്റ് പുവർ കൺട്രീസിനുണ്ടാവും. ആൻഡ് ഗ്രാജുവലി ഈ ലോകത്തിൽ എല്ലാ കൺട്രീസും അവരുടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് സോളോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് റിയൽ വേൾഡ് ഡേറ്റ, അല്ലെങ്കിൽ നമുക്ക് സോളോ മോഡൽ വന്ന് ഒരുപാട് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല, എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഒരേ ലെവൽ ഓഫ് ഗ്രോത്ത് അറ്റൈൻ ചെയ്തതായിട്ടോ ഒരേ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ഉള്ളതായിട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. സോ അവിടെ ഒരു ഡൈവേർജൻസ് ആണ് നമ്മൾ റിയൽ വേൾഡിൽ കാണുന്നത്. സോ ഈ ഒരു കൺവേർജൻസ് എന്ന് പറയുന്ന സോളോ പ്രെഡിക്റ്റ് ചെയ്ത കാര്യം റിയലായിട്ട് നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. സോ ഒരു ഇക്കണോമിക് ഗ്രോത്ത് തിയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് ഇനീക്വാലിറ്റിയും അവരുടെ ഇക്കണോമിക് ഗ്രോത്തിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഇക്കണോമിക് ഗ്രോത്ത് മോഡലിൻ്റെയും ഗ്രോത്ത് തിയറിയുടെയും ഒക്കെ കൺസേൺ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് വരുന്നത്. സോ ഈ ഒരു കൺവേർജൻസ് കോൺട്രവേഴ്സിയും അതിന് കാരണമാണ്. പിന്നെ സോളോ അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ തിയറിസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിമ്പിൾ അസംഷൻസ് ഉണ്ട്. ഓക്കെ, റിയൽ വേൾഡിൽ നമുക്ക് ആപ്ലിക്കബിൾ ആവാത്ത പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുപോലെയുള്ള ഡിമിനിഷിങ് റിട്ടേൺസ് പോലെയുള്ള അസംഷൻസ്, ഇതിനെയെല്ലാം മാറ്റിക്കൊണ്ടാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് വന്നിട്ടുള്ളത്.
സോ ബർത്ത് ഓഫ് എൻഡോജനസ് ഗ്രോത്ത് തിയറിയിൽ നമ്മൾക്ക് പറയാനുള്ളത് പോൾ റോമർ ആണ്. പോൾ റോമർ ആൻഡ് റോബർട്ട് ലൂക്കാസ് ഇവരാണ് ഇതിൻ്റെ ഒരു ബർത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾ. അതിന് മുന്നേ ആരോയുടെ തിയറി ഉണ്ട്. ആരോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇത് ഇവർക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് നെക്സ്റ്റ് ലൈവിലേക്ക് ഓരോരുത്തരിലേക്കും നമുക്ക് നെക്സ്റ്റ് ലൈവിൽ പോവാം. ദെൻ ഗ്രോത്ത് ഇസ് ജനറേറ്റഡ് ഫ്രം വിത്തിൻ ദ സിസ്റ്റം. സോ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഗ്രോത്ത് എവിടെ നിന്നാണ്? വിത്തിൻ ദ സിസ്റ്റം ആണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ടെക്നോളജിയും ഹ്യൂമൻ ക്യാപിറ്റലും എന്തല്ല? എക്സോജനസ് അല്ല, എൻഡോജനസ് ആണ്, വിത്തിൻ ദ സിസ്റ്റം ആണ് എന്നുള്ളതാണ് ഈ ഒരു തിയറി. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ടെക്നോളജിയും ഹ്യൂമൻ ക്യാപിറ്റലും എൻഡോജനസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എൻഡോജനസ് തിയറീസ് എന്ന് പറയുന്നത്. ന്യൂ ഗ്രോത്ത് തിയറീസ് എന്നും പറയാറുണ്ട് കേട്ടോ. സോ ഇവിടെ ഫോക്കസ് പറയുന്നത് വാട്ട് വി ഇൻവെസ്റ്റ് ഇൻ എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ഹൗ മച്ച്, എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റലിനും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും പുതിയ ഇന്നോവേഷൻസിനും ഒക്കെ എന്ത് വേണം? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വിത്തിൻ ദ സിസ്റ്റം നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. വാട്ട് വി ഇൻവെസ്റ്റ് ഇൻ എന്നുള്ളതല്ല, സോറി, ഹൗ മച്ച് വി ഇൻവെസ്റ്റ് എന്നുള്ളതല്ല, വാട്ട് വി ഇൻവെസ്റ്റ് ഇൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ന്യൂ ക്ലാസിക്കൽ തിയറിയും എൻഡോജനസ് ഗ്രോത്ത് തിയറീസും തമ്മിലുള്ള കീ ഡിഫറൻസസ് കൂടി ഡിസ്കസ് ചെയ്തു പോവാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ടു ക്യാപിറ്റലിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അഗ്രിഗേറ്റ് പ്രൊഡക്ഷനിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് എന്നുള്ളൊരു അസംഷനാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് വെക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ focuses on the role of externalities in determining the rate of return on capital investment. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണാലിറ്റീസിൻ്റെ റോള് കൂടി എൻഡോജനസ് ഗ്രോത്ത് തിയറിസ്റ്റുകൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, then assumes that public and private investments in human capital generate external economies and productivity gains that offset the natural tendency for diminishing returns. Okay, so diminishing returns ne reject ചെയ്തു, externalitiesന്റെ റോളിനെ കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണാലിറ്റീസിലൂടെ, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഹ്യൂമൻ ക്യാപിറ്റലിൽ വരുന്ന പബ്ലിക് ഓർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ ഡിമിനിഷിംഗ് റിട്ടേൺസിനുള്ള ആ ഒരു നാച്ചുറൽ ടെൻഡൻസീനെ ഓഫ്സെറ്റ് ചെയ്യും എന്നുള്ളതാണ് എൻഡോജനസ് തിയറിസ്റ്റ് പറയുന്നത്. ഓക്കെ, ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ് ന്യൂ ക്ലാസിക്കൽ പറഞ്ഞത്. ആ ഡിമിനിഷിംഗ് റിട്ടേൺസിനെ ഹ്യൂമൻ ക്യാപിറ്റലിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻഡോജനസ് തിയറീസ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ ഡിമിനിഷിംഗ് റിട്ടേൺസ് അല്ല, അവിടെ ഇൻക്രീസിംഗ് റിട്ടേൺസ്, ഡിമിനിഷിംഗ് റിട്ടേൺസിനെ അവർ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. Then they seek to explain the existence of increasing returns to scale and the divergent long-term growth patterns among countries. നമ്മൾ പറഞ്ഞു കൺവേർജൻസ് അല്ല, ഡൈവേർജൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആര് വന്നത്? എൻഡോജനസ് തിയറി വന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ഇൻക്രീസിങ് റിട്ടേൺസ് ആയിരിക്കും എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. എന്താണ്? റോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലെയും ഡൈവേർജൻസ് ഓഫ് ദ ഗ്രോത്ത് പാറ്റേൺ അമംഗ് കൺട്രീസിനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് എൻഡോജനസ് തിയറി വന്നിട്ടുള്ളത്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്താണ്? ബ്രോഡൻ ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ അക്യൂമുലേഷൻ. സോ ക്യാപിറ്റൽ അക്യൂമുലേഷനെ എൻഡോജനസ് ഗ്രോത്ത് തിയറിയും പറയുന്നുണ്ട്, ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിയും പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്യൂമുലേഷൻ ആണെന്നാണ് ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി പറയുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, ക്യാപിറ്റൽ അക്യൂമുലേഷൻ ആണ് ഗ്രോത്തിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ആ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്നുള്ള ആ ഒരു വേർഡിനെ കുറച്ചുകൂടി ബ്രോഡൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റലിനെ കൂടി അതിനകത്തേക്ക്, ഫിസിക്കൽ ക്യാപിറ്റൽ മാത്രമല്ല ഹ്യൂമൻ ക്യാപിറ്റലിനെ കൂടി ഇതിലേക്ക്, ഈ ക്യാപിറ്റൽ അക്യുമുലേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ലേബറിൻ്റെ ഒരു പാർട്ടായിട്ട് ഹ്യൂമൻ ക്യാപിറ്റലിനെ കാണാതെ അതൊരു സെപ്പറേറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറിയിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ ഇതാണ്, യു ക്യാൻ ടേക്ക് നോട്ട് ഓഫ് ഇറ്റ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്താണ്? എക്സോജനസ് അല്ല, എക്സോജനസ് ആയിരുന്നു എന്തിൽ? ന്യൂ ക്ലാസിക്കലിൽ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ എൻഡോജനസ് ഗ്രോത്ത് തിയറീസിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ എൻഡോജനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റിട്ടേൺസ് ടു ക്യാപിറ്റൽ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിയിൽ ഡിമിനിഷിംഗ് ആയിരുന്നെങ്കിൽ
നമുക്ക് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിട്ടോ റിട്ടേൺസ് ഉണ്ടാവാം എന്ന് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റലിനെ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിയിൽ ലേബറിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നതെങ്കിൽ എൻഡോജനസ് തിയറിയിൽ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. കൺവേർജൻസ് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറീസ് കൺവേർജൻസ് അസ്യൂം ചെയ്ത സമയത്ത് ഇവിടെ അത് ഇറ്റ്സ് നോട്ട് ഗ്യാരണ്ടീഡ്, അങ്ങനെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസിൽ യൂസ് ചെയ്യുന്നത്. നിയോ ക്ലാസിക്കൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും. ഓക്കെ, സോ ഇതാണ് കീ ഡിഫറൻസസ് ബിറ്റ്വീൻ നിയോ ക്ലാസിക്കൽ ആൻഡ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ്. ഇനി നമുക്ക് എൻഡോജനസ് ഗ്രോത്ത് മോഡൽസിൻ്റെ കോർ ഐഡിയാസ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറൻസസ് ഒക്കെ തന്നെയാണ് എങ്കിലും കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ഈ ഒരു തിയറിയുടെ കോർ ഐഡിയാസ് എന്ന് പറയുന്നത്. So first one, national growth rates remain constant and differ across countries depending on national savings rates and technology levels. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺവേർജൻസ് ഇല്ല, ഡൈവേർജ് ആയിട്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ അതുപോലെ തന്നെ സോളോ പറഞ്ഞിരുന്നത് എന്താണ്, പുവർ കൺട്രീസ് കൂടുതൽ ഫാസ്റ്റർ റേറ്റിൽ ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് റിച്ച് കൺട്രീസ് ഒരു സ്ലോവർ റേറ്റിലും ഗ്രോ ചെയ്യും, അങ്ങനെ ഇവർ കൺവേർജ് ചെയ്യുമെന്ന്. പക്ഷേ ഇവിടെ പറയുന്നത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരുപാട് ചേഞ്ച് അതിനകത്ത് വരില്ല. ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ തന്നെയായിരിക്കും അത് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അത് ഡിഫറൻസും ഉണ്ടാവും. എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഓരോ രാജ്യത്തിൻ്റെയും സേവിങ് റേറ്റും അതുപോലെ തന്നെ ടെക്നോളജി ലെവൽസിനെയൊക്കെ ബേസ് ചെയ്ത് ഓരോ രാജ്യത്തിൻ്റെയും ഗ്രോത്ത് റേറ്റ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ പ്രോസ്പെക്ട് ഓഫ് ഹൈ റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേർഡ് ബൈ ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് ലോ ക്യാപിറ്റൽ. സോളോ പറഞ്ഞു പുവർ കൺട്രീസ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുള്ള ഒരു റീസൺ ആണ് ഇവിടെ പറയുന്നത്. സോളോ പറഞ്ഞൊരു റീസൺ ആയിരുന്നു എന്താണ്, ലോ ക്യാപിറ്റൽ ലേബർ റേഷ്യോസ് ആയിരിക്കും ഡെവലപ്പിംഗ് കൺട്രീസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ഹൈ റിട്ടേൺസിനുള്ളൊരു പ്രോസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഫാസ്റ്റ് റേറ്റിൽ ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഒരു എൻഡോജനസ് ഗ്രോത്ത് തിയറി അതിനെ റിജക്റ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഈ പുവർ കൺട്രീസിന് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഒരു ലോ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഉള്ളതുകൊണ്ടുകൂടി ഹൈ റിട്ടേൺസ് ഉണ്ടെങ്കിൽ പോലും അതിനെ നെഗേറ്റ് ചെയ്യാൻ അവിടെ എന്താണ്, കോംപ്ലിമെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ലോവർ ആയിരിക്കും. അതായത് കോംപ്ലിമെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിലോ ഇൻഫ്രാസ്ട്രക്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലോ ഒന്നും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനായിട്ടുള്ളൊരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലോവർ ലെവൽസ് ഓഫ് കോംപ്ലിമെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ, കാരണം നമുക്കറിയാം ഓരോ സെക്ടറിലും ഈ പറയുന്ന ഈ ബേസിക് കോംപ്ലിമെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു സെക്ടേഴ്സ് എല്ലാം തന്നെ എന്താണ് വളരെയധികം ആവശ്യമാണ് ഒരു എക്കണോമിക് ഗ്രോത്തിന് അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് പോലും ഇതെല്ലാം അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സെക്ടേഴ്സിലുള്ള ലോ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഹൈ റിട്ടേൺസിനെ നെഗേറ്റ് ചെയ്യാൻ മാത്രം പവർ ഉള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഈ ഹൈ റിട്ടേൺസ് കൊണ്ട് അവർക്ക് ഒരു ഹോൾ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഓക്കെ, Then the next one explains technological change as endogenous outcome of public and private investment in human capital and knowledge intensive industries. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എവിടുന്നോ വരുന്നതല്ല. ഓക്കെ, വിത്തിൻ ദ സിസ്റ്റം പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയോ ഒക്കെയാണ് ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരുന്നത്. ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെലിബറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് എന്ത് വരുന്നത്, ടെക്നോളജിക്കൽ ചേഞ്ച് വരുന്നത് എന്ന് പറയുന്നു എൻഡോജനസ് ഗ്രോത്ത് മോഡൽസ്. ഇനി and they suggest an active role for public policy in promoting economic development through direct and indirect investments in human capital formation and the encouragement of private investment in knowledge intensive industries. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞു വന്നതിലൂടെ നമുക്ക് മനസ്സിലാവും പബ്ലിക് പോളിസീൻ്റെ ഒരു ആക്റ്റീവ് റോളാണ് എൻഡോജനസ് ഗ്രോത്ത് മോഡൽസ് പറയുന്നത് അല്ലേ. അതായത് ഈ കോംപ്ലിമെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പറയുന്ന സെക്ടേഴ്സിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യുന്ന സെക്ടേഴ്സിലൊക്കെ പബ്ലിക് പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്റ്റീവ് റോളും അവരത് പ്രൊമോട്ട് ചെയ്യുക, ആ സെക്ടേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ
പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഗവൺമെൻറ് തന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള തരത്തിൽ എന്താണ് എന്നുള്ള രീതിയിലാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലൊരു ആക്റ്റീവ് പബ്ലിക് പോളിസിയാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ കോർ ഐഡിയാസ് എന്ന് പറഞ്ഞു നമ്മൾ. ദെൻ ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ വാച്ചിങ്, അങ്ങനെ പറഞ്ഞ കുറേ മോഡൽസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹ്യൂമൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ് ലൂക്കാസ് പറഞ്ഞിട്ടുള്ളത്, റോമറിൻ്റെ നോളജ് സ്പിൽ ഓവേഴ്സ്, ദെൻ നോൺ ഡിമിനിഷിങ് റിട്ടേൺസ് ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോ മോഡൽസിലൂടെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇംപ്ലിക്കേഷൻസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ലോ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്താണ്? ഹൈ റിട്ടേൺസ് തരും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, ഹൈ റിട്ടേൺസ് തരും, അങ്ങനെ അവർക്ക് ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി കിട്ടും എന്നുള്ളതാണ് നിയോ ക്ലാസിക്കൽ തിയറി പറഞ്ഞതെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ളത് ആണ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കേസിൽ ഇൻഡോജനസ് ഗ്രോത്ത് തിയറീസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഇസ് നോട്ട് ഈക്വൽ ടു ഹൈ ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി അത് ഹൈ ഗ്രോത്തിലേക്ക് വരില്ല. അവിടെ എന്താ, ഡെലിബറേറ്റ്ലി പബ്ലിക് പോളിസിയിലൂടെ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലോ ഹ്യൂമൻ ക്യാപിറ്റലിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയാൽ മാത്രമേ അത് ഹൈ ഗ്രോത്തിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് നീഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ക്യാപിറ്റൽ ഫ്ലോസ് പാരഡോക്സ്. അപ്പം സോളോ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ക്യാപിറ്റൽ ഫ്ലോസ് എന്താണ്? ഹൈ ഇൻകം ഉള്ള റിച്ച് കൺട്രീസിൽ നിന്ന് പുവർ കൺട്രീസിലേക്കല്ല ക്യാപിറ്റൽ വരിക. ഓക്കെ, സോളോ പറഞ്ഞത് അങ്ങനെയായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. പുവർ കൺട്രീസിൽ നിന്നാണ് ക്യാപിറ്റൽ റിച്ച് കൺട്രീസിലേക്ക് പോകുന്നത്. ഓക്കെ, സോ അവിടെയും അവർക്ക് എന്താണ്, ഓട്ടോമാറ്റിക്കലി ഗ്രോത്തിനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ല. ദേ ഹാവ് ടു ഇൻവെസ്റ്റ്, ഡെലിബറേറ്റ്ലി അവർ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ പറയുന്ന ഹ്യൂമൻ ക്യാപിറ്റലിലും ഇൻഫ്രാസ്ട്രക്ചറിലും റിസർച്ച് ഡെവലപ്മെൻറ്റിലും ഒക്കെ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് സംഭവിക്കുകയുള്ളൂ. Then why policy matters? So why പോളിസിക്ക് ഒരു ആക്റ്റീവ് പബ്ലിക് പോളിസി എന്നുള്ളതാണ് ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഗവൺമെൻറ്റ്സ് ക്യാൻ കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയേഴ്സ്, പ്രൊവൈഡ് പബ്ലിക് ഗുഡ്സ്, എൻകറേജ് നോളജ് ബേസ്ഡ് സെക്ടേഴ്സ് ആൻഡ് ക്രിയേറ്റ് ഇൻക്രീസിങ് റിട്ടേൺസ് ആൻഡ് സസ്റ്റെയിൻ ഗ്രോത്ത്. അപ്പോൾ ഇവിടെ പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം. ഓക്കെ, ഈ പറയുന്ന നോളജ് ബേസ്ഡ് സെക്ടേഴ്സിൽ, എഡ്യൂക്കേഷനിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ പബ്ലിക് ഗുഡ്സ് ലൈക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഗവൺമെൻറ്റിന് അവിടെ ഇൻ്റർവീൻ ചെയ്യാവുന്നതാണ്. ആൻഡ് അതിലൂടെ ഇൻക്രീസിങ് റിട്ടേൺസും സസ്റ്റെയിനബിൾ ഗ്രോത്തും പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഡിസ്കഷൻ ഓൺ എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ എന്താണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ചില കൺട്രീസ് ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുന്നത്? കൺവേർജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആവാത്തത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, ഹ്യൂമൻ ക്യാപിറ്റലിനെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൊക്കെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് നിയോ ക്ലാസിക്കൽ അസംഷൻസിനെ എല്ലാം തന്നെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതാണ് എൻഡോജനസ് ഗ്രോത്ത് തിയറീസ്. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ലൈവിലൂടെ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് എനി സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലേറ്റസ്റ്റ് കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പുതിയ കോഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതായിരിക്കും. സോ അത് ഫിൽ ഔട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. Thanks for watching.